വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ആൾക്കൂട്ട ആക്രമണം നടത്തിയെന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് 11ാം വാർഡ് മെമ്പർ മിനി ജോസ്. കഴിഞ്ഞ ദിവസം കീഴ്പള്ളിക്കര അഴിമാവിൽ 11ാം വാർഡ് മെമ്പറായ മിനി ജോസിന്റെ നേതൃത്വത്തിൽ മാനസിക രോഗിയായ അജയന് നേരെ ആൾക്കൂട്ട ആക്രമണത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ആരോപിച്ച് അജയന്റെ സഹോദരങ്ങൾ പത്രസമ്മേളനം നടത്തുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വാർഡ് മെമ്പർ മിനി ജോസ്. തനിക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണ് താൻ ചെയ്തതെന്നും ഞാനോ എൻ്റെ അറിവിലോ ആരും സംഘം ചേർന്ന് അജയനെ ആക്രമിച്ചിട്ടില്ലെന്നും മിനി ജോസ് വ്യക്തമാക്കി. 11ാം വാർഡിൽ 3 തവണയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മിനി ജോസ് വിജയിച്ചതിന്റെ പേരിൽ നിരന്തരം രാഷ്ട്രീയപരമായി വേട്ടയാടപ്പെടുന്നുണ്ടെന്നും മിനി ജോസ് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ആളെന്ന് വെച്ചാൽ അക്രമം കൂടി, ആരെ കണ്ടാലും തല്ലാനും അല്ലെങ്കിൽ ആയുധം നമ്മുടെ ഇടയ്ക്ക് ചോദിക്കും ഇതിനെ കത്തിയൊക്കെ കൊണ്ട് നടക്കണമെന്ന് ചോദിക്കും, പറയും അത് പുറം മാന്താനാണെന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുമ്പോൾ പറയാം. എന്നോട് വൈരാഗ്യം തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മളോട് ജനങ്ങളൊരു പരാതി പറയുമ്പോൾ നമ്മൾ ആളോട് പറയും അജയേട്ടാ എന്ത് ഇങ്ങനെ ചെയ്യണേ, അജയേട്ടൻ വീട്ടിലിരുന്ന പോലെ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തരും. ഇതൊക്കെ പറയുമ്പോൾ ആരാണോ നമ്മൾ ആളുടെ അടുത്ത് പരാതി പറയണേ അവരുടെ വീട്ടിൽ പോയിട്ട് ആക്രമിക്കാൻ നോക്കും. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ബാത്റൂമിൻ്റെ ചില്ല് അടച്ചിട്ടുണ്ട്, ഞാനൊരു പരാതിയും അതിൽ കൊടുത്തിട്ടില്ല. ഇപ്പൊ അതിന് ശേഷം അല്ല ചില്ല് ആക്കിയിട്ടുള്ളത് അതിന് മുന്നാണ്, നമ്മളൊരു പരാതി ഇതുവരെയും കൊടുത്തിട്ടില്ല. മാനസിക രോഗിയായ അജയൻ നാട്ടുകാരുടെ വാഹനങ്ങൾ കേടുവരുത്തുകയും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുകയും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പരാതിയുമായി ജനങ്ങൾ വാർഡ് മെമ്പറായ മിനി ജോസിനെ സമീപിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ജനങ്ങൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തി എന്നല്ലാതെ മെമ്പറായ മിനി ജോസ് അജയനെതിരെ ഒരു പരാതിയും ഇതുവരെ പോലീസിൽ നൽകിയിട്ടില്ലെന്ന് മെമ്പർ വ്യക്തമാക്കി. ഞാൻ ഇവരെ സഹായിക്കാൻ മാത്രമാണ് നിൽക്കുന്നത്. പലതവണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കാനും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ കാറ് തല്ലി പൊളിച്ചന്ന് ആ പിറ്റേ ദിവസം അവർ നമ്മുടെ അടുത്തേക്ക് അവർ ജനപ്രതിനിധിയുടെ അടുത്ത് അവർ പരാതി പറയാൻ അവർ വരുമല്ലോ. ആ കുട്ടികൾ 2 പേര് വന്നിട്ടുണ്ടായി, അവരെ കൂടെ അന്തിക്കാട് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കാനായിട്ട് പോയില്ല. അവിടെ നമ്മൾ വാക്കാലെ ഈ കട പൊളിച്ച കാര്യം പാർട്ടിയുടെ കൂടി വെച്ച് കഥയൊക്കെ പറഞ്ഞു വരുന്നതല്ലാതെ നമ്മളൊരു പരാതി ഞാനായിട്ട് കൊടുത്തിട്ടില്ല. തന്റെ വീടിന്റെ ചില്ലുകൾ തകർക്കുകയും പലചരക്ക് കടയുടെ പൂട്ടുപൊളിച്ച് സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടും മാനസിക രോഗിയും പരസഹായത്തിന് ആരും ഇല്ലാത്ത വ്യക്തി എന്ന നിലയിലും താൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും വീട്ടുകാരോ ബന്ധുക്കളോ സഹായത്തിനില്ലാതായതോടെ ഒരു തവണ മെമ്പറായ തന്റെ നേതൃത്വത്തിലാണ് അജയന് ഇരിഞ്ഞാലക്കുടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചതെന്നും എന്നാൽ ബൈസ്റ്റാൻഡറായി വീട്ടുകാരോ ബന്ധുക്കളോ ആരും നിൽക്കാൻ തയ്യാറാവാത്തതോടെ അവിടെ നിന്നും തിരിച്ചയക്കുകയാണ് ഉണ്ടായതെന്നും മിനി ജോസ് വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ അവരെ ഈ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചിട്ടും നമ്മളാണ് ഇവരെ പല മേഖലകളിലും കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. സഹായിക്കുന്ന ഒരാളാണ് സൃഷ്ടിക്കാനായിട്ട്. പെരിങ്ങോട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ, DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ്, വാർഡ് മെമ്പർ മിനി ജോസ്, ബൂത്ത് പ്രസിഡന്റ് അനിൽ ചക്കാണ്ടി, അജയന്റെ സഹോദരന്റെ മകളായ റീജ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.